കേരളത്തിൻ്റെ ആധുനികതയുടെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു ആധുനിക നിർമ്മാതാവിന് ഉള്ളതിനേക്കാൾ കവിഞ്ഞ പ്രാധാന്യം ഗുരുവിനുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ആധുനികതയുടെ രൂപീകരണത്തിൽ ഉൾപ്പെട്ട നാനാതരം പ്രവണതകളെ കൂട്ടിയിണക്കുന്ന ഒരു സംയോജന സ്ഥാനമായി ഗുരു ചരിത്രത്തിൽ നിലകൊണ്ടു എന്നതാണ്. ആധുനികതയിലേക്ക് സംക്രമിച്ചെത്തുന്ന ജീവിത ബലങ്ങളെ സംയോജിപ്പിച്ച് അവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെയും അവയ്ക്കിടയിലെ വൈവിധ്യപൂർണമായ ഭേദങ്ങളെയും മാനിച്ച് അപ്പോഴൊക്കെ തന്നെ ആധുനികതയുടെ കാതലായ ചില മൂല്യങ്ങളിലേക്ക് അവയെ പരിഭാഷപ്പെടുത്താനുള്ള പ്രേരണ നൽകിക്കൊണ്ട് ഒരു പുതിയ യുഗസന്ദർഭത്തിൻ്റെ പരിവർത്തന കേന്ദ്രമായി നിലകൊള്ളാൻ ഗുരുവിന് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. നിശ്ചയമായും അത് ഭൂതകാലത്തിൻ്റെ തുടർച്ചയാണ്. ഭൂതകാലത്തെ പക്ഷെ നിർണായകമായി മാറ്റിപ്പണിയലും ആണ്. ഭൂതകാലത്തിൻ്റെ കേവലമായ തുടർച്ച മാത്രമായിരുന്നു ഗുരു എങ്കിൽ ഗുരു നാം അറിയുന്ന ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായി മാറുമായിരുന്നു. ഞാൻ കരുതുന്നത് ആധുനികതയിലേക്കുള്ള ഈ പരിഷ്കരണപരമായ പരിവർത്തനപരമായ ബലങ്ങളെ ധാർമ്മികമായ ഒരു ശക്തിബോധത്തോട് കൂട്ടിയിണക്കിക്കൊണ്ട് ദൈവഭാവനയെ, അധ്യാത്മത്തെ, മതസങ്കല്പങ്ങളെ, ആധുനിക സാമൂഹ്യ രൂപീകരണ പ്രക്രിയകളെ, അതിലുൾപ്പെട്ട ഭൗതികവും ആത്മീയവുമായ ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു സംയോജന സ്ഥാനം എന്ന നിലയിൽ നിലകൊള്ളാൻ കഴിഞ്ഞതാണ് ഗുരുവിനെ അനന്യനാക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് എന്ന് ഞാൻ കരുതുന്നു. ഗുരു ഒരു വഴിയിലൂടെ സഞ്ചരിച്ച ഒരാളല്ല. ഒരുപാട് വഴികൾ ഗുരുവിലുണ്ട്. ആ വഴികൾ തമ്മിൽ 100% പരസ്പര പൊരുത്തമുണ്ടോ എന്നത് വാസ്തവത്തിൽ ഗുരു ഏറെയൊന്നും വ്യാകുലപ്പെട്ട ഒരു പ്രശ്നവും അല്ല. കാരണം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഭിന്ന ഭിന്നങ്ങളായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ഈ വഴികൾ തമ്മിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിശ്ചയമായും ഉണ്ടാവുകയും ചെയ്യും. ഇത് ഗുരുവിലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗുരുവാണോ, ക്ഷേത്രങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഗുരുവാണോ യഥാർത്ഥ ഗുരു എന്ന ചോദ്യത്തിൽ വാസ്തവത്തിൽ വലിയ അർത്ഥമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം വിഗ്രഹം പ്രതിഷ്ഠിച്ചത് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയല്ല, ദൈവാധികാരത്തെ മനുഷ്യരിലേക്ക് സംക്രമിപ്പിക്കാൻ വേണ്ടിയാണ്. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ ഒരു പുതിയ ശിവൻ കൂടി വേണം എന്നതുകൊണ്ടല്ല, ശിവന് കേരളത്തിൽ കുറവുണ്ടായതുകൊണ്ടും അല്ല. ഉള്ള ശിവന്മാരെ കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ജനാധിപത്യപരമോ മാനവികമോ ആയ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല എന്ന സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ പുതിയൊരു ശിവൻ വരുന്നത് എന്ന കാര്യം നാം മറന്നുകൂടാത്തതാണ്. ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതിയ ശ്ലോകത്തിൽ ആധുനികതയുടെ ഒരു മൂല പദം അടങ്ങിക്കിടപ്പുണ്ട്. അത് സോദരത്വേന എന്ന പദമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. ഈ സോദരത്വേന എന്നത് ചെറിയൊരു വാക്കല്ല. ആ പദം മുമ്പേ നിങ്ങൾക്ക് പലയിടങ്ങളിലും കാണാമെങ്കിലും ഒരു ധാർമ്മിക ആശയമായി, ഒരു മൂല്യമായി ആ പദം സമൂഹത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, ഇടപെടാൻ തുടങ്ങുന്നത് ലളിതമായി പറഞ്ഞാൽ ആധുനികതയോടൊപ്പമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിലാണ് സാഹോദര്യം എന്നത് വിപ്ലവത്തിൻ്റെ ഒരു മുദ്രാവാക്യമായി മാറിയത്. അതിനു മുമ്പ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനുഷ്യർ പല രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാഹോദര്യം, മനുഷ്യരുടെ തുല്യത എന്നത് അടിസ്ഥാനപരമായ ഒരു ആശയമായി ഉയർന്നു വരുന്ന നിർണായകമായൊരു ചരിത്ര സന്ദർഭമാണ് ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കേന്ദ്രത്തിലെ ഈ സാഹോദര്യ മൂല്യത്തെ ഒരുപക്ഷെ അതിനെക്കുറിച്ചൊന്നും ഏറെ ബോധ്യങ്ങളൊന്നും ആ കാലത്ത് കൈവന്നിരിക്കാൻ ഇടയില്ലാത്ത നാരായണ ഗുരു തൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നുണ്ട് എന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ഞാൻ കാണുന്നത് ഗുരുവിലുള്ള മൗലികമായൊരു സവിശേഷത, അദ്ദേഹം അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ
അതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മനുഷ്യരുടെ ഭൗതികവും മനുഷ്യരുടെ ആത്മീയവുമായ അല്ലെങ്കിൽ ലൗകികവും ആത്മീയവുമായ ആവശ്യങ്ങൾ വാസ്തവത്തിൽ പരസ്പരം പൂരിപ്പിക്കുന്നവയാണ്. ഇവയെ ഭിന്നപ്രകൃതങ്ങളായി കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇവയെ പരസ്പരം പൂരിപ്പിക്കുക എന്നൊരു യുക്തി അദ്ദേഹം ആ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആധുനികത എന്ന് പറയുന്നത് ഭൗതിക ജീവിത ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പരിവർത്തനം പോലെ തന്നെ മനുഷ്യരുടെ ജീവിത മൂല്യബോധത്തിലുണ്ടാകുന്ന വലിയ ചില മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഭൗതികമായ മൂല്യബോധ അവബോധപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൗതികമായ മാറ്റങ്ങളുടെ കേവലാനുബന്ധങ്ങളാണ് എന്ന നിലയിൽ കാണുന്നത് അത്രയേറെ സ്വീകാര്യമല്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതായത് മാറിവരുന്ന ഭൗതിക പരിസരങ്ങൾ അനിവാര്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് ഈ മനുഷ്യരുടെ ധാർമ്മിക ബോധ്യങ്ങൾ, ആധുനിക മൂല്യ വ്യവസ്ഥ എന്ന നിലയിൽ ആശയാനുഭൂതികളെ ഭൗതിക പ്രക്രിയകളുടെ അനുബന്ധ രൂപവും അവശിഷ്ടങ്ങളുമായി കാണുന്നൊരു രീതിയോട് വ്യക്തിപരമായി യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഈ സാമൂഹിക പരിവർത്തനങ്ങളെ നൈതികമായ ഒരു മൂല്യവ്യവസ്ഥയിലേക്ക് കൂട്ടിയിണക്കുക, ആ നൈതികമായ മൂല്യവ്യവസ്ഥയെ ആധുനികതയുടെ ഏറ്റവും ഉന്നതമായ ജ്ഞാനോദയവും പ്രബുദ്ധതായുഗവുമൊക്കെ ജന്മം നൽകിയെന്ന് നാം പറയുന്ന മൂല്യങ്ങളുമായി കൂട്ടിയിണക്കുക എന്നുള്ളത് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് ഞാൻ കാണുന്നു. ഗുരു സാമാന്യേന സ്വീകരിച്ച ധാരാളം പാരമ്പര്യങ്ങളുണ്ട്. അദ്ദേഹം പിൻപറ്റിയ പല വഴികളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ശൈവ പാരമ്പര്യമുണ്ട്, സിദ്ധയോഗികളുടെ പാരമ്പര്യമുണ്ട്, ഇസ്ലാമുമായുള്ള വിനിമയങ്ങളുണ്ട്, അദ്വൈതത്തിൻ്റെ വിചാരഭാവങ്ങളുണ്ട്. ഇതൊക്കെ ഗുരുവിൽ പല അംശങ്ങളിൽ കൂടിക്കലർന്ന് കിടപ്പുണ്ട്. ഇതിലേതിലെങ്കിലും ഒന്നിനെ ഉറപ്പിച്ചെടുത്ത് ഗുരു ആ പാരമ്പര്യത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയാൻ, വാദിച്ചുറപ്പിക്കാൻ താർക്കികമായി കഴിയായികയും അല്ല. അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഗുരു നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠകളെ മുൻനിർത്തിയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചതെല്ലാം ഹൈന്ദവ ദൈവങ്ങളാണ്, അതുകൊണ്ട് ഗുരു ഒരു ഹിന്ദു സന്യാസിയാണ് എന്നൊരു ഘട്ടത്തിൽ വാദിക്കപ്പെട്ടത്. പക്ഷേ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ശിവനെ പ്രതിഷ്ഠിച്ച്, ഗണപതിയെ പ്രതിഷ്ഠിച്ച്, സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച് ഒക്കെ മുന്നേറി ഒരു ഘട്ടം കഴിയുമ്പോൾ ഗുരു പ്രതിഷ്ഠാസങ്കല്പത്തിൽ വരുന്നൊരു മാറ്റം പ്രധാനമാണ്. പ്രതിഷ്ഠയെ അദ്ദേഹം ഈ ദൈവസങ്കല്പങ്ങളിൽ നിന്ന് അദ്ദേഹം മൂല്യസങ്കല്പങ്ങളിലേക്ക് പ്രതിഷ്ഠയെ മാറ്റുന്നു. അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിക്കുന്നു, അദ്ദേഹം കെടാവളക്ക് പ്രതിഷ്ഠിക്കുന്നു, അദ്ദേഹം സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നെല്ലാം പറയാൻ തുടങ്ങുന്നു. അടുത്ത പടവിൽ അദ്ദേഹം പറയുന്നു ഇനി ദേവാലയങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗുരു ഒരു ഭാഗത്തുണ്ട്, ശിവനും ഗണപതിക്കും സുബ്രഹ്മണ്യനും ഒക്കെ സ്തുതികൾ എഴുതിയ ഗുരു ഒരു ഭാഗത്തുണ്ട്, അനുകമ്പാദശകം എഴുതിയ ഗുരു മറുഭാഗത്തുമുണ്ട്. ഈ അനുകമ്പാദശകം എഴുതിയ ഗുരുവും ശിവസ്തുതി എഴുതുന്ന ഗുരുവും ചരിത്രബന്ധങ്ങൾക്കുള്ളിൽ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. അനുകമ്പാദശകത്തിൽ ഗുരു ചരിത്രത്തിൻ്റെ അടുത്ത പടവിലെ ചുവട് വയ്ക്കുന്നു. വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്ന ഘട്ടത്തിൽ ഗുരു വാസ്തവത്തിൽ വിഗ്രഹാധികാരത്തെ, ദൈവാധികാരത്തെ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ള ആധുനികതയുടെ പ്രധാനപ്പെട്ട ഒരു ചുവടും വയ്ക്കുന്നു. അതുകൊണ്ട് ഇവ തമ്മിൽ പരസ്പര വിരുദ്ധമാണ് എന്ന് കരുതുന്നതിന് പകരം അത്യന്തം സങ്കീർണമായി പരിണമിക്കുന്ന ഒരു ചരിത്ര പ്രക്രിയയുടെ നടുവിൽ നിന്ന് ആ പ്രക്രിയകളോട് സംവദിക്കാനുള്ള ഒരു വലിയ പരിശ്രമമായിട്ട് വേണം ഗുരുവിൻ്റെ ഭിന്ന രൂപത്തിലുള്ള ഇടപെടലുകളെ കാണാൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ഗുരു സ്വയം സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട സമീക്ഷയുമാണ്. അതായത് ചരിത്രം ഏകമുഖമായ ഒരു പ്രഭാവത്തിന് കീഴ്പ്പെട്ടാൽ വികസിക്കുന്നതെന്നും നാനാബലങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് എന്നും അവ തമ്മിലുള്ള വിനിമയങ്ങൾ ചരിത്രത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് എന്നുമുള്ള തിരിച്ചറിവ് ഒരർത്ഥത്തിൽ ഗുരുവിനുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ദൈവരൂപങ്ങളുടെ സാമൂഹ്യശാസ്ത്രപരമായ ഉള്ളടക്കം ഗുരു പറയുന്നുണ്ട്. TV കുഞ്ഞിരാമനുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ഗുരു പറയുന്നത് ഈ ശിവൻ അല്ലെങ്കിൽ കൃഷ്ണൻ, വിഷ്ണു എന്നൊക്കെ പറയുന്നത് ഓരോരോ കാലങ്ങളിൽ നിലനിന്ന സാമൂഹിക നേതാക്കന്മാരായിരിക്കും, അവർക്ക് പിന്നീട് ദൈവ പദവി കൈവന്നതായിരിക്കും എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. സാമൂഹ്യശാസ്ത്രപരമായി അത് ശരിയുമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞ ഒരാൾ തന്നെ പിന്നീട് അടുത്ത ഘട്ടത്തിൽ ദൈവസ്തുതി എഴുതുന്നത് നമുക്ക് കാണുകയും
ചെയ്യാം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ അതിനുള്ള ഒരു ഉത്തരം വാഗ്ഭടാനന്ദനുമായിട്ടുള്ള സംഭാഷണ മധ്യത്തിൽ വിഗ്രഹപ്രതിഷ്ഠയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ ഈ വിഗ്രഹങ്ങളൊക്കെ വെറും ശിലകളല്ലേ, അവ പ്രതിഷ്ഠിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം, എന്ന നിലയ്ക്കുള്ളൊരു ചോദ്യം വാഗ്ഭടാനന്ദൻ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ചൈതന്യമൊന്നും ഇല്ല എന്ന് സ്വാമിക്ക് അറിയുമല്ലോ. അപ്പൊ ഗുരു പറഞ്ഞു, ചൈതന്യമൊന്നും ഇല്ല, അത് ശരിയാണ്, കല്ല് തന്നെയാണ് എന്ന് പറയും. അപ്പൊ വാഗ്ഭടാനന്ദൻ ചോദിക്കുന്ന ഒരു കാര്യം, പിന്നെ എന്തിനാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്? അപ്പൊ ഗുരു പറഞ്ഞു, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബോധ്യങ്ങളിൽ മാത്രമാണോ നിലനിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ബോധ്യങ്ങളെ കൂടി മാനിക്കുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ഗുരു കേരളത്തിന് നൽകിയ വലിയ പാരമ്പര്യങ്ങളിലൊന്ന് ഈ സംവാദാത്മകതയാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഗുരു പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളല്ല. അയ്യപ്പൻ മാഷ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് പറയുകയും ഇങ്ങനെ ഒരു ശ്ലോകം ഗുരുവിനെ കാണിക്കുകയും ചെയ്തു. അപ്പൊ ഗുരുവിനോട് പറഞ്ഞു, ഇങ്ങനെ ആയാലോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, ഇതായാലും മതി. ഇപ്പൊ ഗുരുവിന്റെ ശ്ലോകം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ്. ശിഷ്യൻ പറഞ്ഞത് ദൈവം വേണ്ട എന്നാണ്. ഗുരു പറഞ്ഞത് അതായാലും മതി എന്നാണ്. ഇന്ന് നിങ്ങൾക്ക് അങ്ങനൊരു ഗുരുവിനെ കിട്ടാൻ വലിയ പ്രയാസമാണ്. മണ്ണന്തലയിലോ മറ്റോ വെച്ച് ആരോ ഒന്ന് ഗുരുവിനോട് പറയുന്നുണ്ടത്രേ, ഈ അയ്യപ്പൻ മാഷ് ദൈവം വേണ്ട, ദൈവമില്ല എന്ന് നാടെമ്പാടും പ്രചരിപ്പിക്കുകയാണ് സ്വാമി, അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. അപ്പൊ ഗുരു പറഞ്ഞു, അയ്യപ്പൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് എത്ര പറഞ്ഞാലും നടത്തുന്നത് ശത്രുസംഹാര പുഷ്പാഞ്ജലിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവൃത്തിയിൽ ഫലിക്കണ ദൈവം മതി. നിങ്ങളല്ലാതെ ഈ തത്വം പറഞ്ഞ് ദൈവത്തെ ആവിഷ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യപ്പൻ മാഷ് സയൻസ് ദശകം എഴുതി, ഗുരു ദൈവദശകം എഴുതി. ആ ദൈവദശകം ശ്രദ്ധിക്കണം കേട്ടോ. ദൈവദശകം ഗുരുവിൻ്റെ ദൈവഭാവനയുടെ മാത്രം ആവിഷ്കാരമല്ല. ദൈവദശകത്തിൻ്റെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ദ്വൈതത്തിൻ്റെ ഒരു വഴിയുണ്ട്. ഗുരു സങ്കല്പപരമായി അദ്വൈതിയാണ്, രണ്ടില്ല എന്ന് കരുതുന്ന ആളാണ്. ദൈവദശകം തുടങ്ങുന്നത്, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻ പദം. ഞങ്ങളെ കാക്കുന്ന ദൈവം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഏകീഭാവത്തെ, ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ചേർച്ചയെ അടിസ്ഥാനമാക്കുന്ന അദ്വൈതത്തിന് അങ്ങനെ ഒരു വിഭജനമില്ല. ഗുരു ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ പ്രാർത്ഥന തുടങ്ങുന്നത് ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ എന്നാണ്. എന്തുകൊണ്ടായിരിക്കും ഗുരു അങ്ങനെ തുടങ്ങിയത്? അതിൻ്റെ ഉത്തരം വാഗ്ഭടാനന്ദനോട് പറഞ്ഞ മറുപടിയിലുണ്ട്. നമുക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ്. കാരണം മഹാഭൂരിപക്ഷം മനുഷ്യരും ദൈവത്തെ കാണുന്നത് തങ്ങളെ കാക്കുന്ന ഒരു ശക്തിയായിട്ടാണ്. ആ ശക്തിയോടാണ് ആദ്യം സംസാരിക്കുക. അടുത്ത ശ്ലോകത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ കാണും. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ക്രിസ്തുമതത്തിലെ ദൈവം അതാണ്, അപ്പവും വസ്ത്രവും തരുന്ന ദൈവം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബുദ്ധനെ കാണും. ശതശ്ലോകിയിൽ ശങ്കരാചാര്യര് ജ്ഞാനസിന്ധോ എന്നാണ് ദൈവത്തെ വിളിച്ചത്. ഗുരു വിളിച്ചത് ദയാസിന്ധോ. ഇത് വളരെ പ്രധാനപ്പെട്ട മാറ്റാണ് കേട്ടോ. ജ്ഞാനസിന്ധുവിൽ നിന്ന് ദയാസിന്ധുവിലേക്ക് ദൈവത്തെ പരിഭാഷപ്പെടുത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. കാരണം ദൈവം അറിവായിരിക്കുന്നതും ദൈവം അനുകമ്പയായിരിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഗുരു അനുകമ്പാദശകത്തിൽ ഗുരു പിന്നീട് ഇത് പറയുന്നുണ്ട്. ജയിക്കുക മഹാദേവ, ദീനാവന പരായണ, ജയിക്കുക ദയാസിന്ധു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ആ ശ്ലോകത്തിന്റെ അവസാനം എത്തുമ്പോൾ, ആ കൃതിയുടെ അവസാനം എത്തുമ്പോൾ തൻ്റെ ദൈവഭാവനയെക്കുറിച്ചും ഗുരു പറയും. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൗതികം ആത്മീയം, തൻ്റെതായ ബോധ്യങ്ങൾ, തനിക്കെതിരായ ബോധ്യങ്ങൾ, ഇവയൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവയെ കൂട്ടിയിണക്കുന്ന ഒരു സവിശേഷമായ അനുഭവമണ്ഡലം അതിൻ്റെ നൈതികവും ധാർമ്മികവുമായ അടിത്തറയിൽ രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന വലിയ ചോദ്യം ഗുരു ചോദിച്ചിരുന്നു.
അത് അതുവരെയുള്ള പാരമ്പര്യങ്ങളെ നിരസിച്ചിട്ടേയല്ല, ആ പാരമ്പര്യങ്ങളെ സ്വാംശീകരിച്ചിട്ടാണ്. പക്ഷെ ആ പാരമ്പര്യങ്ങളുടെ നേർവഴിയിൽ, ആ വഴികളിൽ എവിടെയെങ്കിലും ഒരിടത്ത് തളഞ്ഞു നിന്നിട്ടല്ല, അവയെ കൂട്ടിയിണക്കി അടുത്തൊരു വഴിയിലേക്ക് അതിനെ പരിവർത്തനപ്പെടുത്തിയിട്ടാണ്. അടുത്ത വഴിയിലേക്ക് പരിവർത്തനപ്പെടുത്തി എന്നതിൽ നിർണായകമായ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഗുരു അദ്വൈതത്തെ വികസിപ്പിച്ചത് അദ്വൈതം അക്കാലം വരെ ജീവിച്ച ഇടത്തിലല്ല. നാം അത് കാണേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഗുരു അദ്വൈതത്തെ വികസിപ്പിച്ചത് ആധുനികമായ ധാർമ്മിക നൈതിക ബോധ്യങ്ങളിലേക്കാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള, ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ലയത്തെക്കുറിച്ച്, ഏകീഭാവത്തെക്കുറിച്ച്, അതുവഴി കൈവരാവുന്ന മോക്ഷത്തെക്കുറിച്ച് നാം എത്രയോ കാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗുരു ഈ ഏകം എന്ന് പറയുന്നതിൽ പ്രവർത്തിക്കേണ്ടത് ആത്മത്തിൻ്റെ മറുപുറമായി ബ്രഹ്മത്തെക്കാൾ ആത്മത്തിൻ്റെ മറുപുറമായി അപരമാണ് എന്ന് പറഞ്ഞു. ആത്മോപദേശ ശതകത്തിലെ താക്കോൽ വാക്ക് അപരമാണ്. അപരമാണ്. ഈ അപരം ഇന്നിപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. പാശ്ചാത്യ ആധുനികത നേരിടുന്ന ഹിംസാത്മകതയുടെ അടിവേര് അപരനിഷേധത്തിലൂന്നിയ ആത്മസങ്കല്പമാണ് എന്നിപ്പോൾ ധാരാളമായി വിശദീകരിക്കപ്പെടുന്നു. വലിയ തത്വചിന്തകന്മാർ അത് പറയുന്നുണ്ട്. അതായത് ആത്മസംസ്ഥാപനം, ഞാൻ എന്നെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാനല്ലാത്തതിനെ മുഴുവൻ നിരസിച്ചും നിഷേധിച്ചുമാണ്. ഞാനൊരൊത്ത പുരുഷനായി തീരുന്നത് എങ്ങനെയാണ്? പുരുഷത്വത്തിൻ്റെ ഭാവഭാവങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയും സ്ത്രീയുടെ ഭാവഭാവങ്ങളെ മുഴുവൻ എൻ്റെ ഉടുപ്പിൽ നിന്ന്, നടപ്പിൽ നിന്ന്, ഭാഷയിൽ നിന്ന്, പ്രകൃതത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും ആദിമധ്യാന്ത പൊരുത്തമുള്ള അഖണ്ഡമായ ഒരു പുരുഷ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്താണ്. തത്വശാസ്ത്രത്തിൻ്റെ പദാവലികളിൽ ഒരു ചിന്തകൻ ഇതിനെ വിശേഷിപ്പിച്ചത് എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദ അതർ എന്ന. അപരത്തെ വകഞ്ഞു മാറ്റി, അപരത്തെ ഹിംസാത്മകമായി ഇല്ലാതാക്കിക്കൊണ്ട് ഉറച്ചു വരുന്ന ആത്മതത്വമാണ് ആധുനികതയുടെ മനുഷ്യതത്വം. ഈ മനുഷ്യൻ, അതുകൊണ്ടാണ് അഡോണോയെ പോലെ ഒരാള് ഫാസിസം പുറമേ നിന്ന് വന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫാസിസത്തിന്റെ ബീജം ഈ അപരഹിംസയാണ്. അത് ആധുനികതയ്ക്കുള്ളിൽ തന്നെയുണ്ട് എന്ന് വിശദീകരിച്ചത്. അതുകൊണ്ടാണ് എൻലൈറ്റൻമെന്റ് എന്ന വിശുദ്ധമായ ആശയത്തെ തന്നെ അദ്ദേഹം വിമർശനാത്മകമായി നോക്കുകയും ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റ്, ഈ ജ്ഞാനോദയത്തിന്റെ പ്രബുദ്ധതായുഗത്തിന്റെ ആന്തരിക വൈരുദ്ധ്യം എന്താണ്? അത് അപരഹിംസയിലേക്ക് ഊന്നി നിൽക്കുന്നു. അത് ആത്മത്തിന്റെ സംസ്ഥാപനത്തിൽ അപരത്തെ നിരന്തരമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ മറുപുറമായ പ്രകൃതി, ആണിന്റെ മറുപുറമായ പെണ്ണ്, കിഴക്കിന്റെ മറുപുറമായ പടിഞ്ഞാറ്, ആത്മാവിന്റെ മറുപുറമായ ശരീരം, വിചാരത്തിന്റെ മറുപുറമായ വികാരം, ഇങ്ങനെ ദ്വന്ദ്വങ്ങളുടെ ഒരു മഹാശൃംഖലയെ രൂപപ്പെടുത്തി ആ ദ്വന്ദ്വങ്ങൾക്കുള്ളിൽ അതിലേതെങ്കിലും ഒരു സ്ഥാനത്ത് ഉറപ്പിച്ച് അതിൻ്റെ മറുപുറത്തെ ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾ ഉത്തമമായ ഒരാത്മഭാവത്തിൻ്റെ ഉടമയായിത്തീരുന്നു എന്ന് മനുഷ്യനെ പരിശീലിപ്പിക്കുക വഴി മനുഷ്യാവസ്ഥയെ അടിസ്ഥാനപരമായി ഹിംസാത്മകമാക്കുകയാണ് പാശ്ചാത്യ ആധുനികതയിലെ മനുഷ്യഭാവന ചെയ്തത് എന്നിന്ന് ധാരാളമായി വിമർശിക്കപ്പെടുന്നുണ്ട്. ഗുരു അഡോണയൊന്നും വായിച്ചിട്ടില്ല. അഡോണോ എഴുതുന്നതിന് മുമ്പ് ഗുരു മരിച്ചും പോയി. എങ്കിലും ഗുരു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ആത്മത്തിൽ നിലീനമാകരുത്. ആത്മം അപരത്വത്തോട് ഉന്മുഖമായിരിക്കണം. അപരത്വത്തോട് ഉന്മുഖമായിരിക്കണം. വേദാന്തത്തെ, അദ്വൈത ഭാവനയെ ഗുരു എവിടേക്ക് എത്തിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്വൈത ഭാവനയെ ഗുരു വികസിപ്പിച്ചത് അപരോന്മുഖത്വത്തിലേക്കാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായുള്ളൊരാത്മരൂപം എന്ന് ഗുരു പറയും. അത് പുതിയ കാര്യമല്ല. എത്രയോ കാലങ്ങളായി പറയപ്പെട്ട വേദാന്ത സങ്കല്പം തന്നെ അദ്വൈത ഭാവന. പലതായി അറിയപ്പെടുന്നതൊന്നാണ്. പലതായി അറിയപ്പെടുന്നതൊന്നാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിലാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം എന്ന ഉത്തരത്തിലേക്ക്. മോക്ഷത്തിൻ്റെ വഴി ഏതാണ്? മോക്ഷത്തിൻ്റെ വഴി അപരത്വത്തിലേക്കുള്ള ഉന്മുഖത്വമാണ്, ആത്മകേന്ദ്രിതത്വമല്ല. അതുകൊണ്ടാണ് ചട്ടമ്പിസ്വാമി ഒരു സന്ദർഭത്തിൽ ഗുരുവിനോട് അല്പം ഒരു പരിഹാസത്തിൽ ഗുരുവിൻ്റെ ഈ നാനാതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി നോക്കിക്കൊണ്ട്
അല്ലെങ്കിൽ ആ ഒരു സ്വരത്തിൽ ചട്ടമ്പിസ്വാമി ഗുരുവിനോട് ചോദിക്കുന്നത് ഇപ്പൊ പ്രവൃത്തിയാരായി അല്ലേ എന്നാണ്. പ്രവൃത്തിയിൽ മുഴുകുന്ന കാര്യക്കാര്. ഗുരു പറഞ്ഞ മറുപടി, പ്രവൃത്തിയുണ്ട് പക്ഷെ ആരില്ല. ഞാനൊരാളില്ല, ആരൊരാൾ, ആരില്ല, താനില്ല, പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി പ്രധാനമാണ്. സന്യാസം ഒഴിച്ചു നിർത്തിയ പ്രവൃത്തിയെ ഗുരു മോക്ഷപദ്ധതിയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഗുരുവിൻ്റെ ഈ ധാർമ്മികമായ ഒരു വ്യാപനത്തെ നാം ഒരു ചെറിയ ആശയപ്രശ്നം മാത്രമായിട്ട് ചുരുക്കി കണ്ടാൽ, ആശയാനുഭവങ്ങൾ വാസ്തവത്തിൽ ചരിത്രത്തിൽ നടത്തുന്ന നിർണായകമായ ഇടപെടലുകളെ നാം വില കൊടുക്കാതെ പോകും എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. ഇപ്പൊ ഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികം എന്ന് പറയുന്നത് ഈ മേശയും കസേരയും യന്ത്രസാമഗ്രികളും സാമൂഹികമായി രൂപപ്പെട്ടു വരുന്ന ബലങ്ങളും മാത്രമല്ല. ഭൗതികമെന്ന് പറയുന്നതിൽ മനുഷ്യന്റെ ആത്മബോധം, അവരാർജിക്കുന്ന ആശയങ്ങൾ, അവരുടെ അനുഭൂതി തലം, ഇത് അതിശക്തമായൊരു ഭൗതിക ബലമാണ്. ഇതാദ്യം വിശദീകരിക്കുന്ന ഒരാള് മാർക്സാണ്. മാർക്സ് ഹെഗലിന്റെ നിയമദർശനത്തെ വിമർശനാത്മകമായി നോക്കുമ്പോൾ എഴുതുന്ന ഒരു വാക്യം, മതത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ സന്ദർഭത്തിൽ എഴുതുന്ന ഒരു വാക്യം, ആൻ ഐഡിയ ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രിപ്സ് ദ മാസസ്. ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കാൻ കഴിഞ്ഞ ഒരാശയം അതിൽ തന്നെ ഭൗതിക ശക്തിയാണ്. ആധുനികതയുടെ ജനാധിപത്യത്തിന്റെ നൈതികമായ ഉള്ളടക്കത്തെ ഒരു ധാർമ്മിക ശക്തിയായി വികസിപ്പിച്ചെടുത്ത് ആ ധാർമ്മിക ശക്തിയെ കേരളീയ ജനതയ്ക്ക് മേൽ പിടിമുറക്കമുള്ള വലിയൊരാശയമാക്കി രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഗുരുവിൻ്റെ നിർണായകമായ ഒരു സംഭാവനയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഗുരു ഈ ദൈവത്തെ തന്നെ പുനർവിഭാവനം ചെയ്തുകൊണ്ടാണ് എഴുതിയത്. ആത്മോപദേശ ശതകത്തിലേക്ക് വന്നാൽ ഗുരു പറയുന്നൊരു വാക്യം, അപരപ്രിയത്വമാണ് വാസ്തവത്തിൽ അടിസ്ഥാനം. നിങ്ങൾ ശരി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഗാന്ധിജി ഒരിക്കൽ ഈ വിഷയം ഉന്നയിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എങ്ങനെ അറിയാം? ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾ ഇക്കാലം വരെ കണ്ടതിൽ വച്ച് ഏറ്റവും ദരിദ്രനായ ഒരാളെ മനസ്സിൽ കാണണം, അയാൾക്ക് ഗുണമാണെങ്കിൽ നിങ്ങൾ ശരിയാണ്. നമ്മൾ തെറ്റാവാൻ വേറെ വഴിയൊന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. അങ്ങനെയാ ഗാന്ധി പറഞ്ഞത്. ഗുരു പക്ഷെ വേറൊരു നിലയ്ക്കാണ് പറഞ്ഞത്. ഗുരു അതിനെ ആത്മോപദേശ ശതകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രിയം അപരപ്രിയം അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയം, അതിനാലേ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. ഏതാണ് ശരിയായ പ്രവൃത്തി? അപരപ്രിയ ഹേതുവായി തീരുമ്പോഴാണ് പ്രവൃത്തി ശരിയാകുന്നത്. ഇങ്ങനെ അപരത്വം എന്നതിനെ എത്ര വരികൾ വേണമെങ്കിലും ഉദ്ധരിക്കാട്ടോ. കൃപ എന്നതായിരുന്നു ഗുരു അവസാനം ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം. അനുകമ്പാ ദശകത്തിൽ ഇപ്പൊ ഗുരുവിന്റെ ചിന്താജീവിതത്തെ നോക്കിയാൽ നിങ്ങൾക്ക് 2-3 പടവുകൾ കാണാൻ പറ്റും. ഇപ്പോ അദ്ദേഹം സ്തോത്രകൃതികൾ എഴുതി അദ്ദേഹത്തിന്റെ ആദ്യഘട്ടം, അദ്ദേഹം സ്വാനുഭവ ഗീതയും മറ്റുമൊക്കെ എഴുതുന്ന അദ്ദേഹത്തിന്റെ ദാർശനിക വിചാരങ്ങൾ പ്രബലമായി വരുന്ന പിന്നാലെ വരുന്ന ഒരു ഘട്ടം, അനുകമ്പാ ദശകവും ആത്മോപദേശ ശതകവും ഒക്കെ എഴുതുന്ന ഗുരുവിന്റെ ജീവിതത്തിലെ അവസാന ഘട്ടം. ഈ അവസാന ഘട്ടത്തിൽ പ്രധാനമാണ്. അനുകമ്പാ ദശകത്തിൽ എത്തുമ്പോൾ ഗുരു ദൈവം എന്നൊക്കെയുള്ള സങ്കല്പത്തെ വലിയ തോതിൽ ഒരു ധാർമ്മിക ആശയത്തിലേക്ക് സംക്രമിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് കാണാൻ പറ്റും. ഒരു ധാർമ്മിക ആശയാക്കുന്നു. അനുകമ്പാ ദശകം ആരംഭിക്കുന്നത് ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന അനുകമ്പ എന്ന് പറഞ്ഞിട്ട്. ഈ അനുകമ്പയാണ് ദൈവം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അതിന് പിന്നാലെ വരുന്ന വരി ശ്രദ്ധിക്കേണ്ടതാണ്. അരുൾ അൻപ അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ്, ഇത് ജീവതാരകം. എന്താണ് മനുഷ്യന്റെ ജീവിതത്തെ മറുകര കടത്തുന്ന, മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന മൂല്യം? അത് ദൈവബോധം പോലും അല്ല. അരുൾ അൻപ് അനുകമ്പ, കൃപ, ദയാവായ്പ്, കാരുണ്യം. ഇതാണ് നിങ്ങളെ മറുകര കടത്തുന്നത്. ഈ കൃപയെ നിങ്ങൾ എങ്ങനെ ആവിഷ്കരിക്കും? അരുളിനെ എങ്ങനെ ആവിഷ്കരിക്കും? ആരാണ് ജീവി എന്നുള്ള ചോദ്യത്തിന് അതിൽ ഉത്തരവുണ്ട്. അരുളുള്ളവനാണ് ജീവി എന്ന് ഗുരു അവിടെ പറയുന്നുണ്ട്. വേറൊരു ഘട്ടത്തിൽ പറയുന്നൊരു വരി, അതൊക്കെ അത്ര വലിയ വരികളാണെന്നാണ് ഞാൻ കരുതുന്നത്. അരുളില്ല അതെങ്കിൽ അസ്ഥി തോൽ സ്ഥിര നാറുമൊരു ഉടമ്പ് താനവൻ. ഈ കൃപയുടെ ശക്തി പ്രവഹിക്കുന്നില്ലെങ്കിൽ, കൃപയുടെ മൂല്യം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, അസ്ഥിയും തോലും സിരയുമായി നാറുന്ന ഒരു ശരീരമായി മനുഷ്യൻ അവസാനിക്കും. അതിനെ മഹിമയിലേക്ക് ഉയർത്തുന്നത് അരുളാണ്. അരുളുള്ളവനാണ് ജീവി എന്ന് പറയും.
ഈ അരുൾ എന്നത് ഒരു അതിഭൗതിക മൂല്യമല്ല. ഗുരു വലുതായത് ആ ഒരൊറ്റ പോയിന്റിലാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിഭൗതികമായ ഒരു തത്വമായിട്ട് അരുളിനെ അവസാനിപ്പിക്കാൻ ഗുരു തയ്യാറായിട്ടില്ല. ആത്മോപദേശ ശതകത്തിൽ നിങ്ങൾ ഈ കൃപയുടെ ആവിഷ്കാരം എങ്ങനെ വരുന്നു എന്നതിൻ്റെ വലിയ വിശദീകരണം കാണാൻ പറ്റും. അവിടെ ഗുരു പറയുന്നുണ്ട്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. എന്താണ് കൃപാലുത? കൃപാലുത നിങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോൾ 5 റുപ്യ ദാനം കൊടുക്കുന്നതിൻ്റെ പേരല്ല, നിങ്ങളുടെ സൗജന്യ ബുദ്ധിയുടെ പേരല്ല. കൃപാലുത നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കപ്പുറമുള്ളതിലേക്ക് സമർപ്പിക്കാനുള്ള, ഉന്മുഖമായി വയ്ക്കാനുള്ള സന്നദ്ധതയുടെ പേരാണ്. ഇങ്ങനെ കൃപാലുത എന്നതിനെ കേവലമായ കാരുണ്യം, സഹാനുഭൂതി തുടങ്ങിയ ഔപചാരിക യുക്തികൾക്കപ്പുറത്തേക്ക് മനുഷ്യാവസ്ഥയിൽ നിലീനമായ സാമൂഹികതയുമായി കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെ ഒരു ധാർമ്മിക ശക്തിയാക്കി മാറ്റുകയാണ് ഗുരു ചെയ്തൊരു കാര്യം. ഇത് ചെറിയ കാര്യമല്ല. ഈ മൂല്യത്തെയാണ് ഗുരു സോദരത്വേന എന്ന് വിളിച്ചത്. ഈ മൂല്യത്തിലാണ് സോദരത്വേന, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം. ഈ സോദരത്വേന എന്ന മൂല്യത്തിന് വളരെ രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ളത് കൊണ്ടാണ് അംബേദ്കർ പിന്നീടൊരു ഘട്ടത്തിൽ ജനാധിപത്യം എന്നത് അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക സംഹിതയാണെന്നും ആ ധാർമ്മിക സംഹിതയുടെ നൈതികമായ അടിസ്ഥാനം ഫ്രറ്റേണിറ്റി, സാഹോദര്യം എന്ന മൂല്യമാണെന്നും ആ സാഹോദര്യം എന്ന മൂല്യം പ്രകാശിതമാകുന്നത് താനല്ലാത്തവരുടെ നന്മയിലേക്ക് ഉന്മുഖമായിരിക്കാനുള്ള തൻ്റെ കഴിവിലാണ് എന്നും പറഞ്ഞത്. ഗുരുവിൽ നിന്ന് അംബേദ്കറിലേക്ക് ഒരു വഴിയുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം സാഹോദര്യം എന്ന മൂല്യത്തെ, അത്യന്തം ആധുനികമായ ഒരു രാഷ്ട്രീയ മൂല്യത്തെ വേദാന്തത്തിൽ നിന്നോ ദൈവഭാവനയിൽ നിന്നോ നിർദ്ധാരണം ചെയ്ത് വേദാന്തത്തിലും അക്കാലം വരെ നിലനിന്ന ദൈവഭാവനയിലും നിലീനമായിരുന്ന മതപരിവേഷങ്ങൾക്കപ്പുറത്തേക്ക് ആധുനികമായ മൂല്യബോധത്തിലേക്ക് ഈ ആശയത്തെ വിന്യസിക്കാൻ ഗുരുവിന് കഴിഞ്ഞു എന്നിടത്താണ് അക്കാലം വരെ നിലനിന്ന എല്ലാ ചിന്തകന്മാരിൽ നിന്നും ഗുരു ഭിന്നനായിത്തീരുന്നത്. ഒപ്പം തന്നെ പാശ്ചാത്യ ആധുനികത ജന്മം നൽകിയ ആത്മകേന്ദ്രിതമായ മനുഷ്യതത്വത്തിൽ നിന്ന്, അപരനിഷേധത്തിൽ അധിഷ്ഠിതമായ മനുഷ്യതത്വത്തിൽ നിന്ന് ഭിന്നമായി അപരോന്മുഖമായ മാനുഷികത എന്ന ദാർശനിക തത്വത്തെ അദ്ദേഹം തൻ്റെ ജീവിത ബോധ്യങ്ങളിലൂടെ വികസിപ്പിക്കുകയും ചെയ്തു. ഈ വികാസ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് മതം മാറുകയല്ലാതെ വേറൊരു വഴിയില്ല എന്ന് കരുതിയ മിതവാദി കൃഷ്ണ വക്കീലിനെ പോലെ, മതം മാറേണ്ടതുണ്ടോ എന്ന് വ്യാകുലപ്പെട്ടിരുന്ന TV കുഞ്ഞിരാമനെ പോലെ ഹൃദയത്തിൽ ബുദ്ധമതം കൊണ്ടു നടക്കുകയും മതം മാറേണ്ടതില്ല എന്ന് കരുതുകയും ചെയ്ത കുമാരനാശാനെ പോലെ ജാതിയും മതവും ദൈവവും ഒന്നും യാതൊരു ആവശ്യവുമില്ലാത്ത അസംബന്ധങ്ങളാണ് എന്ന് കരുതിയിരുന്ന സഹോദരനയ്യപ്പനെ പോലെ, യുക്തിവാദി MC ജോസഫിനെ പോലെ എത്രയോ വൈവിധ്യങ്ങൾ നിറഞ്ഞ മനുഷ്യരെ തൻ്റെ ജീവിത പരിസരത്ത് ഒരുമിപ്പിച്ച് നിർത്താൻ ഗുരുവിന് കഴിഞ്ഞത്. കാരണം ഇതിലൊക്കെ ലോകത്തിലേക്ക്, ആധുനികതയിലേക്ക് പരിവർത്തിച്ചെത്തുന്ന ചില ബലങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ആ പരിവർത്തനോന്മുഖമായ ബലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ഗുരുവിന് അറിയുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഗുരു ഒറ്റയ്ക്കൊരാളല്ല. ചരിത്രത്തിൽ മനുഷ്യരെങ്ങനെയാണ് ഇടപെടുന്നത്? പ്ലഖനോവ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ചരിത്രത്തിൽ വ്യക്തികൾക്കുള്ള പങ്ക്. അതിൽ അദ്ദേഹം നടത്തുന്ന കൗതുകകരമായൊരു നിരീക്ഷണമുണ്ട്. നെപ്പോളിയൻ ബിഥോവിനെ പോലെ ഒരു മഹാസംഗീതജ്ഞനായിരുന്നു എങ്കിൽ നെപ്പോളിയൻ ചരിത്രത്തിൽ ആരുമാകുമായിരുന്നില്ല. നെപ്പോളിയൻ മഹാനായ ഒരു പരിഷ്കർത്താവ്, ഒരു പോരാളിയായിരുന്നു എങ്കിലും 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ആണ് നെപ്പോളിയൻ ജീവിച്ചിരുന്നതെങ്കിൽ ഫ്രഞ്ച് ചരിത്രത്തിലെ അനവധി കേണൽമാരിൽ ഒരാളായിട്ട്, ഒരു കേണൽ നെപ്പോളിയനായിട്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ മാത്രം ഓർക്കുന്ന ഒരാളായിട്ട് നെപ്പോളിയൻ അവസാനിക്കുമായിരുന്നു. നെപ്പോളിയൻ ഒരു സൈനിക തന്ത്രജ്ഞനായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ നിർണായകമായ ചരിത്ര ബിന്ദുവിൽ അദ്ദേഹം വന്ന് പ്രവർത്തിച്ചു. ചരിത്രം ആവശ്യപ്പെട്ട ചില ദൗത്യങ്ങളുടെ ആവിഷ്കാര സ്ഥാനമായി ഒരു മനുഷ്യൻ മാറുമ്പോൾ ചരിത്രത്തിൽ അയാൾക്ക് വലിയ പദവി വരും. അത് ചരിത്രത്തെ മുഴുവൻ സംഘനനം ചെയ്യുന്ന ഒരു സ്ഥാനമായി ചില വ്യക്തികൾ മാറിത്തീരുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ആധുനികതയിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ പലതരം പ്രവാഹഗതികളെ ഗുരു സ്വാംശീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഗുരു സന്യാസിയായിരുന്നു. ഒരു സന്യാസി ഒരിക്കലും പറയാൻ സാധ്യമല്ലാത്തൊരു വാക്ക് ഗുരു പറഞ്ഞല്ലോ, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്.
ഒരു സന്യാസിക്കും പറയാൻ പറ്റില്ല. കാരണം സന്യാസം തരുന്നത് തന്ത്രസമുച്ചയ അല്ലെങ്കിൽ വേദങ്ങളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞു വെക്കുക. അപ്പോഴാണ് ഗുരു പറഞ്ഞത് ഇത് ബ്രിട്ടീഷുകാർ തന്നതാണ് എന്ന് പറയും. അല്ലെങ്കിൽ ഗുരുവിന് ശേഷം അടുത്ത ശിഷ്യനാവുന്ന പ്രതീക്ഷിക്കപ്പെട്ട കുമാരനാശാൻ ഗാർഹസ്ഥ്യത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് തിരിയാൻ തുനിഞ്ഞ സമയത്ത് ഗുരു മടിയേതും കൂടാതെ അതിന് പിന്തുണ കൊടുത്തല്ലോ. ഗുരോ ചരിഷ്യാമി ശിവൻ ഗൃഹവ്രതം എന്ന് ആശാൻ ശ്ലോകം എഴുതിയപ്പോ സമർപ്പിച്ചപ്പോ മടി കൂടാതെ അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. സന്യാസമാർഗം എന്നത് ഇങ്ങനെ ഗാർഹസ്ഥ്യത്തിന് മറുപുറത്ത് ശത്രുതാഭാവത്തോടെ നിൽക്കണം എന്നൊന്നും ഗുരു കരുതുന്നില്ല. അയ്യപ്പൻ മാഷെ കൂടെ കൂട്ടുന്നു, മിതവാദി കൃഷ്ണൻ വക്കീലിനെ കൂടെ കൂട്ടുന്നു, TV കുഞ്ഞിരാമനെ കൂടെ കൂട്ടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒപ്പം തന്നെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ വ്യവസായശാലകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായി തീരുന്നു. നിങ്ങൾ സംഘടിച്ച് ശക്തരാവുക എന്ന് പറയുന്ന ഒരു സന്യാസിയെ സാധാരണ നിലയിൽ കണ്ടുകിട്ടാൻ എളുപ്പമല്ല. സംഘാടനത്തെക്കുറിച്ച് പറയുന്നു. ഇതൊന്നും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒറ്റക്കൊരാൾ ചെയ്തതേയല്ല. ചരിത്രത്തിൻ്റെ പല പ്രവാഹങ്ങൾ, ചരിത്രത്തിൻ്റെ പല ധാരകൾ, ഈ ധാരകളെ ഗുരു സംയോജിപ്പിക്കുന്നുണ്ട്. സംയോജിപ്പിക്കുക മാത്രമല്ല, കേവലമായ ഒരു കൺവർജൻസ് പോയിന്റ് മാത്രമാണ് ഗുരു എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ആ സംയോജനത്തെ ധാർമ്മികമായൊരു മൂല്യത്തിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള വലിയ പരിശ്രമം ഗുരുവിലുണ്ട്. ആ പരിശ്രമമാണ് അവസാന ഘട്ടത്തിൽ ആത്മോപദേശ ശതകത്തിലും അനുകമ്പാ ദശകത്തിലുമായി തെളിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ അനുകമ്പ എന്ന മൂല്യത്തിലേക്ക്, കാരുണ്യത്തിലേക്ക്, കൃപയിലേക്ക്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുരു പറയുന്ന അരുളുള്ളവനാണ് ജീവി എന്ന ബോധ്യത്തിലേക്ക് കേരളീയ സമൂഹത്തെ അദ്ദേഹം ധാർമ്മികമായൊരു തലത്തിൽ പരിഭാഷപ്പെടുത്താൻ കൂടി ശ്രമിച്ചു. ആ പരിഭാഷാ ദൗത്യം പ്രധാനപ്പെട്ടതായിരുന്നു. അതിൻ്റെ പിന്നാമ്പുറത്തെ പല ബലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മധ്യവർഗം ഉദയം ചെയ്തു വരുന്നുണ്ട്. ആ മധ്യവർഗവും തോട്ടം കൃഷിയുമായി ബന്ധപ്പെട്ട് പുതിയ സാമൂഹിക ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക അധികാരം കൈവരുകയും സാമൂഹ്യ അധികാരം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. അങ്ങനെ ഒരു മധ്യവർഗം ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നു. കൊളോണിയൽ മതപരിഷ്കരണ പരിശ്രമങ്ങൾ അത് ജാതി വ്യവസ്ഥയോട് വല്ലാതെ ഇടയുകയും ജാതിക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. മതപരിവർത്തനം എന്നത് ഹിന്ദുമതത്തിന് ആഭ്യന്തരമായി സ്വയം പരിണമിക്കുന്നതിനുള്ള പ്രേരണയായി തീരുന്നു. അച്ചടി പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിച്ചു വരുന്നു. എന്റർപ്രണർഷിപ്പ്, സംരംഭകത്വ ശ്രമങ്ങൾ, പൊതുവായ ബാങ്കുകൾ വരുന്നു, ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ വരുന്നു. അങ്ങനെ മനുഷ്യർ തങ്ങളെ തന്നെ പുതുക്കിപ്പണിയാൻ പല രൂപത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ ബലങ്ങളുടെ ഒരു വലിയ അരങ്ങ് ഈ 19ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ രൂപപ്പെടുന്നുണ്ട്. ആ അരങ്ങിനെ തന്നെയാണ് ഗുരു ഉപയോഗപ്പെടുത്തിയത്. ഗുരു ചരിത്രത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ നിന്ന് വേറിട്ട് മാറിയിട്ടല്ല. ചരിത്ര സൃഷ്ടാക്കളാരും ചരിത്രത്തിന് പുറത്തല്ല. പക്ഷെ ചരിത്രത്തിൽ ജീവിക്കുന്ന എല്ലാവരും ചരിത്ര സൃഷ്ടാക്കളല്ല. മാർസിന്റെ പ്രസിദ്ധമായ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കട്ടെ. മെൻ മേക്സ് ഹിസ്റ്ററി നോട്ട് അക്കോർഡിംഗ് ടു ദെയർ വിഷ് ബട്ട് ഇൻ ദ ഗിവൺ കണ്ടീഷൻ. മനുഷ്യരാണ് ചരിത്രം ഉണ്ടാക്കുന്നത്, പക്ഷേ സ്വന്തം ഇച്ഛയ്ക്കുള്ളിലല്ല, ലഭ്യമായ സാഹചര്യങ്ങൾക്കുള്ളിൽ. ഈ ലഭ്യമായ സാഹചര്യങ്ങളെ ആധുനികതയുടെ ഒരു വിശാല വിഹായസിലേക്ക് സംക്രമിപ്പിക്കുന്ന ഒരു ധാർമ്മിക ശക്തിയായി പ്രവർത്തിച്ചു എന്നും ആ ധാർമ്മികതയെ നമ്മുടെ ജീവിതബോധത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ പല രൂപത്തിൽ ശ്രമിച്ച് ഒരുപക്ഷെ പരാജയപ്പെടുകയും ചെയ്ത ഒരാളാണ് ഗുരു എന്ന് പറയാം. അഴീക്കോട് മാഷ് ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ അവസാനം ഗുരുവിൻ്റെ ദുഃഖം എന്ന് പറയുന്നുണ്ട്. ഗുരുവിൻ്റെ ദുഃഖം അത് ജാതി നിർണയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ശ്ലോകത്തിൽ പറയുമല്ലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്തം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി ഗോപിന. ബ്രാഹ്മണർ മുതലായ ഭേദങ്ങളൊന്നുമില്ല. തുടർന്ന് ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്നൊരു ചോദ്യം ഗുരു ഉന്നയിക്കുന്നുണ്ട്. ഈ തത്വം അറിയുക എന്നതും പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അതറിയാതെ പോകുന്നു എന്ന് ഗുരുവിന് തന്നെ തോന്നിയിട്ടുണ്ടാവാം. എത്ര അറിയാതെ പോയി എന്ന് കരുതിയാലും ആധുനിക കേരളത്തിൻ്റെ രൂപപ്പെടലിൽ ആ ബലം കെട്ടുപോകാതെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അത് ചരിത്രപരമായ ഒരു വലിയ ഭാവശക്തിയായി കേരളത്തിൻ്റെ ആധുനികതയുടെ അടിപ്പടവുകളിൽ ഒന്നായി നിലനിൽക്കുന്നു എന്നുമാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിലനിന്ന
ചരിത്രത്തെ രൂപപ്പെടുത്തിയ, ചരിത്ര ബന്ധങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ച, ഒപ്പം തന്നെ ചരിത്രത്തെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്ത ഒരു നിർണായക സ്ഥാനത്തെയാണ് നാരായണ ഗുരു എന്ന് നാം വിളിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നാരായണ ഗുരുവിൻ്റെ പ്രവൃത്തികൾ എന്ത് പ്രവർത്തിച്ചു എന്നാണ് സുനിൽ മാഷെ പ്രഭാഷണത്തെ ഞാൻ ഒറ്റവാക്കിൽ ചുരുക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയുമാണ്. ഈ സമയം സദസ്യർക്കുള്ള പ്രതികരണങ്ങളുടെ സമയമാണ്. സദസ്സിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ക്ഷണിച്ചു. നമസ്കാരം സർ. ഗുരു ഈ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം കാൽബുർഗിയെ പോലെയോ അല്ലെങ്കിൽ ഗൗരീഷ് ലങ്കേഷിനെ പോലെയോ വധിക്കപ്പെടുമായിരുന്നില്ലേ മതവർഗീയവാദികൾ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ചരിത്രത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇന്നലെ പോയി ഒരു കാര്യം പ്രവർത്തിക്കാൻ പറ്റില്ല, ഇന്നലെയിലൊരു പ്രവൃത്തിയെ ഇന്നേക്ക് കൊണ്ടുവരാനും പറ്റില്ല. അതുകൊണ്ട് ഇന്ന് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നത് ഒരു അഭ്യൂഹമാണ്. ആ അഭ്യൂഹം താങ്കൾ നടത്തുന്നത് പോലെ മറ്റുള്ളവർക്ക് മറ്റുള്ള രീതിയിൽ നടത്താം. ഒരു കാര്യം ഉറപ്പിക്കാം, ഒന്ന്, ഇപ്പോൾ ഇന്നത്തെ പോലൊരു കാലത്ത് ഒരുപക്ഷെ ഗുരുവിനെ നമുക്ക് അതേപടി ആവർത്തിക്കാനൊന്നും കഴിയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ ഗുരുവിനെ ആവർത്തിക്കുക, നവോത്ഥാനത്തെ മടക്കി കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിലെ മൂല്യങ്ങളെ നമ്മുടെ കാലത്തേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്ന് ആലോചിക്കുകയല്ലാതെ ആ മനുഷ്യരെ, അവരുടെ പ്രവൃത്തികളെ നമുക്ക് ഇക്കാലത്ത് ആവർത്തിക്കാൻ കഴിയില്ല. ഇക്കാലത്ത് സംഗതമായ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അത് ഒരുപക്ഷെ നമ്മുടെ ദൈവഭാവനയിൽ നിന്ന് ഏതാണ്ട് സമ്പൂർണമായി പിൻവാങ്ങിപ്പോയ കൃപയെക്കുറിച്ചുള്ള ഒരു തോന്നലാണ്. കൃപ, അരുൾ, അൻപ്, അനുകമ്പ എന്നതൊക്കെയാണ്. അതുകൊണ്ട് നിശ്ചയമായും ഇന്ന് നിലവിലുണ്ടെങ്കിൽ ഗുരു വിമർശിക്കപ്പെടുമായിരുന്നു, ഏറ്റവും ശക്തമായി എതിർക്കപ്പെടുമായിരുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മറ്റെന്തായിരിക്കും എന്നത് നമ്മുടെ ഊഹത്തിന് വിടുക എന്നല്ലാതെ, ചരിത്രത്തിലുള്ളൊരു പ്രശ്നം, ഒരു കൃത്യം ചരിത്രഘട്ടം ഉണ്ടാക്കുന്ന മനുഷ്യരാണ്. അവരടുത്തൊരു ഘട്ടത്തിൽ പലപ്പോഴും മിസ്ഫിറ്റ് ആവുക പോലും ചെയ്യും. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഗുരു ജീവിച്ച കാലത്ത് ഗുരു ഇങ്ങനെ മാനിക്കപ്പെട്ടിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? പി ഗോവിന്ദപിള്ള ഗുരുവിനോട് ഇന്നുള്ള മതിപ്പൊക്കെ ഇപ്പോ ഉള്ള മതിപ്പൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഗുരുവിനെ 1930കളിൽ ജാതി പ്രമാണിമാരെന്താണ് വിളിച്ചിരുന്നതെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും ഇതൊക്കെ. ഇന്നെല്ലാവരും ഗുരുവിന്റെ കൂടെയാ. വിജയമാഷ് പണ്ട് പറയണ ഒരു ഫലിതമുണ്ട്. മാഷ് പറയും, ഹിറ്റ്ലർ തോക്കുന്നത് വരെ ഹിറ്റ്ലർ വലിയ ആരാധനാപുരുഷനായിരുന്നു. ഹിറ്റ്ലറെ പോലെ മീശ വെച്ചിരുന്ന എത്രയോ ആണുങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേറെ മീശയാക്കിയത്. അതുപോലെ ഗുരു ഇന്ന് ആദരിക്കപ്പെടുന്നത് പോലെ അന്ന് ആദരിക്കപ്പെട്ടിരുന്നു എന്നൊന്നും കരുതരുത്. PG പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. PG UC കോളേജിൽ പഠിക്കുമ്പോൾ, കേരള ചരിത്രം പഠിക്കുമ്പോൾ 1930കളിലും 40കളിലും ആണെന്ന് ഓർക്കണം കേട്ടോ, അദ്ദേഹം പഠിച്ച കേരള ചരിത്രത്തിൽ നാരായണ ഗുരുവിന്റെ പേരില്ലായിരുന്നു എന്ന് PG എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അയ്യങ്കാളിയുടെ പേരില്ലായിരുന്നു എന്ന് പറയുമല്ലോ, ഗുരുവിൻ്റെയും പേരുണ്ടായിരുന്നില്ല. PG അത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാലം രൂപപ്പെടുത്തിയെടുക്കുന്ന ബലങ്ങളാണിതെല്ലാം. ഇപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഗുരുവിനെ ഇത്ര വലുപ്പത്തിൽ കാണുന്നത്. ജീവിച്ച കാലത്ത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ നാട് വിട്ടുപോകാൻ തീരുമാനിച്ച ഒരാളാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ നമുക്ക് ആവർത്തനങ്ങളില്ല, ചരിത്രത്തിൽ ഒരു സന്ദർഭമുണ്ട്, അതിനോട് മനുഷ്യർ ഇടപെടുന്നു. Audience are please requested to keep their questions as short and concise as possible. We're running short of time. മാഷ് പറഞ്ഞല്ലോ, ഈ നാരായണ ഗുരു അവസാനം പറഞ്ഞത് അദ്ദേഹത്തെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. ക്രിസ്തു കുരിശിൽ കിടന്നിട്ട് പറഞ്ഞു, ദൈവമേ നീ എന്നെയും കൈവിട്ടോ. ഇതിനെന്തോ ഒരു സമാന്തരമില്ലേ? അല്ല, അത് ലോകത്ത് പല ചിന്തകന്മാരിലും വലിയ മനുഷ്യരിലും നമ്മൾ ഈ ഒരു ഖേദം കാണുന്നുണ്ട്. ഒറ്റക്കൊറ്റക്കായിട്ടല്ല,
തങ്ങൾ പറയുന്നത് വേണ്ടത്ര ഫലിക്കാതെ പോകുന്നല്ലോ എന്ന ഒരു തോന്നൽ ഇപ്പൊ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. മഹാഭാരതം നോക്കിയാൽ വ്യാസന അവസാനം ഇങ്ങനെ ഒരു പ്രയാസം ആവിഷ്കരിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരു വലിയ വാക്യമുണ്ട്, ഊർധബാഹുർ വിരൗമേഷു നച കശ്ചിൽ ശൃണോതി മാം ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മം കിംന സേവ്യതേ എന്ന് പറയും. ഞാൻ എൻ്റെ ഇരു കൈകളും ഉയർത്തി വിലപിക്കുന്നു, ആരും കേൾക്കുന്നില്ലല്ലോ എന്ന്. ധർമ്മത്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നു, പക്ഷെ ആരും ധർമ്മം പാലിക്കുന്നില്ലല്ലോ എന്ന് മഹാഭാരതത്തിലും കാണാം. ഗാന്ധിജി അവസാന ഘട്ടത്തിൽ പ്രാർത്ഥനായോഗങ്ങളിൽ ആലപിച്ചുകൊണ്ടേയിരുന്ന ഒരു കവിത ടാഗോറിന്റെ 2 വരിയാണ്, നിങ്ങൾ പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ തനിയെ നടക്കുക എന്ന്. തനിയെ നടക്കുകയായിരുന്നല്ലോ ഗാന്ധിജി. ഗുരുവിന് ആ പ്രശ്നം ഉണ്ടായിരുന്നു, പലർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ഇടപെടാൻ ശ്രമിച്ച മനുഷ്യർ തങ്ങൾ പരാജിതരായിപ്പോയി എന്ന വലിയ വേദനയോടെയാണ് മിക്കവാറും പിൻവാങ്ങിയിട്ടുള്ളത്. എങ്കിലും അവരുടെ പരാജയങ്ങൾ നമ്മളുടെ ചരിത്രത്തെ കുറെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പല വിജയങ്ങളെക്കാളും കൂടുതൽ അവരുടെ പരാജയങ്ങളാണ് ചരിത്രത്തെ ബലപ്പെടുത്തിയതും ജീവിതയോഗ്യമാക്കി തീർത്തതും എന്നാണ് ഞാൻ. നമസ്കാരം സർ. നമ്മുടെ ആധുനിക കേരളത്തിന് ഇത്രയും വലിയൊരു നവോത്ഥാന പാരമ്പര്യം ഉണ്ടായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പോലും ഇന്ന് ജാതീയമായി അധിക്ഷേപിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത്ര വലിയൊരു നവോത്ഥാന പാരമ്പര്യം ഉണ്ടായിട്ടും ഇപ്പോഴും ആധുനികമെന്ന് വിളിക്കപ്പെടുന്ന ഈ കേരളത്തിൽ ജാതി വലിയൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? അല്ല, നിശ്ചയമായിട്ടും നമ്മുടെ ആധുനിക കേരളം ആധുനികതയുടെ മൂല്യവ്യവസ്ഥയെ സ്വാംശീകരിക്കുന്നതിൽ വലിയ അളവിൽ പരാജയപ്പെട്ട ഒരു സമൂഹം കൂടിയാണ്. അതിൻ്റെ 2 അടയാളങ്ങൾ പറഞ്ഞാൽ, ഒന്ന് കേരളത്തിലെ സ്ത്രീ ജീവിതം ആണ്, മറ്റൊന്ന് കേരളീയ ജീവിതത്തിൽ ആഴത്തിൽ വേര് പിടിച്ചു കിടക്കുന്ന ജാതിയാണ്. ഇത് രണ്ടും നമ്മുടെ ആധുനികതയും നമ്മുടെ നവോത്ഥാന ശ്രമങ്ങളും എത്രമേൽ പരിമിതമായിരുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ കൂടിയായിട്ടാണ് അവശേഷിക്കുന്നത്. നമ്മളിപ്പോ വിപുലമായ നവോത്ഥാനം ഉണ്ടായിരുന്നു, നാനാരൂപത്തിലുള്ള ബലങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നതെല്ലാം ശരിയാണ്. ഞാൻ അതിൻ്റെ വില കുറച്ച് കാണുന്നുമില്ല. ആ ബലങ്ങളൊക്കെ ഇപ്പോഴും ഏതെല്ലാമോ നിലകളിൽ തുടരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ അരങ്ങേറിയ അട്ടഹാസങ്ങളെ ഒക്കെ മറികടന്ന് ഒരു തരത്തിൽ മതനിരപേക്ഷതയുടെ ഒരു ജീവിത പരിസരത്തെ നമുക്കിപ്പോഴും പിടിച്ചു നിർത്താൻ കഴിയുന്നത്. അത് ചെറിയ കാര്യമല്ല. പക്ഷെ അതേസമയം തന്നെ അതിനെ ആദർശവൽക്കരിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ബലങ്ങളൊക്കെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ടെന്നും അവയെ പറിച്ചു കളയുന്നതിൽ നാം ഇനിയും എത്രയോ മുന്നേറാനുണ്ട് എന്നുമുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ആധുനികീകരണത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അത് മറ്റൊരു സാമൂഹ്യശാസ്ത്ര ചർച്ചയുടെ വിഷയമാണ്. ഞാൻ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നവോത്ഥാനത്തിലൂടെ വികസിച്ചു വന്ന മധ്യവർഗ സമൂഹം അടിസ്ഥാനപരമായി സവർണവും പുരുഷാധികാരപരവുമായ ഒരു ജീവിത വ്യവസ്ഥയാണ് ആദർശമായി കൊണ്ടു നടന്നിരുന്നത്. ആ ജീവിത വ്യവസ്ഥയ്ക്കുള്ളിലുള്ള ജാതിഹിംസയും പുരുഷാധികാരവുമാണ് പലപ്പോഴും നമ്മുടെ ജീവിത പരിസരങ്ങളിൽ പല രൂപത്തിൽ പ്രകാശിതമായി കൊണ്ടിരിക്കുന്നത്. ആധുനികമാകണമെങ്കിൽ, അവയുടെ പൂർണ്ണാർത്ഥത്തിൽ ആധുനികമാകണമെങ്കിൽ നാം ഇവയോട് ഇനിയും ഏറ്റുമുട്ടേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ദൗത്യം അത്തരത്തിലൊന്നാണ്.